ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് രേണുസുധിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടതിന് ശേഷം രേണുസുധിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിന് ശേഷം ഉണ്ടെങ്കിൽ രേണുസുധി കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടെങ്കിൽ തൂങ്ങാൻ വേണ്ടി ശ്രമിച്ചു. സഹോദരിയുടെ ഭർത്താവ് കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടേ എന്നുള്ള രീതിയിൽ ഈ ഒരു രേണുസുധിയുടെ ഫ്രണ്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് രേണുസുധി തന്നെ വന്നിരിക്കുകയാണ്. എന്താണ് രേണുസുധി പറഞ്ഞതെന്നുള്ളൊരു കാര്യം, ഇതൊക്കെ സത്യമാണോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രേണുസുധിയും കിച്ചുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാത്തവർക്ക് അത് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. എന്നിട്ട് എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും പറയുന്നതായിരിക്കും. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഹൈപ്പും ചെയ്തേക്കോ. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങളിതെല്ലാം ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് രേണു കിച്ചു ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു സുധിയെ കല്യാണം കഴിക്കുന്ന രണ്ടാമത്തെ വൈഫായിട്ടാണ് വരുന്നത്. ആ സമയത്ത് സുധിക്ക് ആദ്യമേ തന്നെ ഒരു ഭാര്യയിലൊരു മോനുണ്ട്. അവനാണ് ഈ കിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷം രേണുവാണ് ഈ ഒരു കിച്ചുവിന് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടൊക്കെ വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സുധി മരണപ്പെടുന്നത്. പിന്നെ രേണുസുധി ഉണ്ടെങ്കിൽ ആൽബത്തിൽ അഭിനയിക്കുക, ഷോർട്ട് ഫിലിംസിനൊക്കെ അഭിനയിക്കാൻ പോയി ഇതുപോലത്തുള്ള ആദ്യമേ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് കുറേയധികം പേര് ഇതിനെതിരെ വിമർശിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു ഇതിന് കറക്റ്റായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് രേണുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറേയധികം ആൽബത്തിന് ഇങ്ങനെ അഭിനയിക്കുമ്പോഴത്തേന് രേണു ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കിച്ചു ആണ്. അമ്മ അങ്ങനെ ചെയ്യുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാനുണ്ടെങ്കിൽ സപ്പോർട്ടാണ്, എനിക്കൊന്നും ഇല്ലാത്ത കുഴപ്പം എന്തിനാണ് നാട്ടുകാർക്ക് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫുള്ളായിട്ട് എല്ലാവരും രേണുവിനെ എതിർത്ത സമയത്ത് പോലും കിച്ചു ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് രേണുവിൻ്റെ കൂടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു കിച്ചുവും രേണുവും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലൊന്നും അല്ല, ഒരു മോനെ പോലെയാണെന്നൊക്കെ വെളിയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയെ പോലെയാണെന്നൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിലൊന്നും അല്ല, എന്തൊക്കെയോ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കിച്ചു ഉണ്ടെങ്കിൽ കൊല്ലത്ത് സുധിയുടെ നാട്ടിൽ പോയി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും പ്രതികരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വിളിച്ച് വരെ കാണിക്കാമെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യുന്ന മീഡിയാസിൻ്റെ മുമ്പിൽ പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിൽ ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു, വല്ല പരിപാടിയൊക്കെ പോയി അവിടെയൊക്കെ ഒരുമിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ പോലും ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ആൾക്കാർ കുറേയധികം പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കിച്ചു കൊല്ലത്ത് പോയി നിൽക്കുന്നതിൻ്റെ കാര്യം തന്നെ ആയിരുന്നു. ഇവിടെ വീടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കിച്ചുവിനും ഇളയക്കുട്ടി ഋതപ്പിന് വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ പണിത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ രേണുവിൻ്റെ കൂടെ നിൽക്കാതെ എന്തുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നു എന്ന് ചോദിച്ച സമയത്ത് ആ സമയത്ത് കിച്ചു രേണു പറഞ്ഞൊരു കാര്യം, ഈ ഒരു കിച്ചു പഠിക്കുന്ന അവിടെ കൊല്ലത്താണ്, അതുകൊണ്ട് തന്നെ അവിടെ പോയി നിൽക്കുന്നു. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ അച്ഛൻ്റെ സ്ഥലവും കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി കൂടെ ബെറ്ററായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കുറേയധികം പേര് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് ഒരു ദിവസം ഈ ഒരു കിച്ചുവിനെ പറ്റി കുറേയധികം ആരോപണങ്ങൾ കുറേയധികം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് കിച്ചു കുറേ നാളുകൾക്ക് മുമ്പ് എന്തൊക്കെയോ ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കേസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണങ്ങളും അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ്സൊക്കെ കുറേയധികം സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു രേണുവായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് കിച്ചുവിനെ ഇതിലേക്ക് വലിച്ചഴിച്ചിട്ടുണ്ടായിരുന്നത്. രേണുവിൻ്റെ ഓരോ ദിവസവും ഇടുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ രേണുവിനെ പറ്റിയാണ് കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് കിച്ചുവിനെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നത്. ഇതേ കണക്ക് പഴയ കുറേ പാസ്റ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. ഇതിനുണ്ടെങ്കിൽ കിച്ചു ഒരു മറുപടിയായിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു രേണുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു വീഡിയോയിൽ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കെതിരെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മെയിനായിട്ട് കാര്യം, ഞാൻ ആ സമയത്തുണ്ടായിരുന്ന സിറ്റുവേഷനും എന്നെ ആരും നോക്കാനൊന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ കൂടി കിച്ചു ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ,
അച്ഛൻ്റെ മരണശേഷം ഉണ്ടെങ്കിൽ താൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു കാര്യം, തന്നെ ആരും നോക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. താൻ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയാൽ പോലും എപ്പം വരുമെന്നോ അല്ലെങ്കിൽ താൻ ആ വീട്ടിലുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ലായിരുന്നു. പിന്നെ അമ്മയായിട്ടുള്ള രേണുവായിട്ടുള്ള കാര്യങ്ങളും കിച്ചു ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഞാനുണ്ടെങ്കിൽ അമ്മയായിട്ട് ഭയങ്കര അടുപ്പമോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ, അല്ലെങ്കിൽ പൈസയുടെ ആവശ്യമോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങനെയുള്ളതിന് മാത്രമേ വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സുഖമാണെന്നോ അങ്ങനെ വലുതായിട്ട് തിരക്കാറോ കാര്യങ്ങളോ രേണു ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യം കൂടി കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ സഹോദരിക്കും സഹോദരിയുടെ ഭർത്താവിനും അതുപോലെ തന്നെ രേണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കെതിരെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛനൊക്കെ ജീവിച്ചിരുന്ന സമയത്തുണ്ടെങ്കിൽ അച്ഛനാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്, എല്ലാ ചിലവുകളും അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നത്, ഇവരൊന്നും പണിക്കോ ഒന്നും പോകത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു സഹോദരിയുടെ ഭർത്താവ് എല്ലാവരും ഈ ഒരു വീട്ടിലായിരുന്നു. ഒരുപാട് കടങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അച്ഛന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നോ പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് തന്നെ കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ മരണശേഷം ഇതേ കണക്ക് അച്ഛൻ്റെ പേര് പറഞ്ഞ് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഇവർക്കിടയിലൊക്കെ ഉണ്ടായി എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു കിച്ചു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സമയത്തൊക്കെയാണ് താൻ ഒരുപാട് കൂട്ടുകെട്ടിൽ ചെന്നപ്പെടുകയും ഇതുപോലത്തുള്ള ഇഷ്യൂസിലൊക്കെ ആവുകയും കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര ഡിപ്രഷനും എന്നെ നോക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പോൾ ഞാൻ കൊല്ലത്ത് വന്നതിന് ശേഷം എനിക്ക് നല്ല ഫ്രണ്ട്സുണ്ട്, അവരുടെ കൂടാണ് ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ പോകുന്നത്, ഇനി എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം രേണുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻസ് വരാൻ തുടങ്ങി. അപ്പം നീ കിച്ചുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, എല്ലാ മീഡിയാസിന് മുമ്പിൽ വന്നിട്ട് കള്ളം പറയുവാണല്ലേ, കിച്ചുവിനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ രേണുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോയിലൊക്കെ പറയുന്നൊരു കാര്യം, കിച്ചു ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെയായിരുന്നു, കഴിഞ്ഞ ദിവസം വരെ ഇവിടെ വന്നിട്ട് പോയതാണ്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന് അറിയത്തില്ല, അവൻ്റെ 11 വയസ്സ് തൊട്ട് അവനെ നോക്കുന്നത് ഞാൻ തന്നെയാണ്, പിന്നെ ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ വന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ പിറകിൽ കുറച്ച് പേര് കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം, അത് കൊണ്ടാണ് ഇത് കണക്ക് അവൻ സംസാരിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ തമ്മിലൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കിച്ചുവിനും ഇവരും തമ്മിൽ വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേണുവിനെ പറ്റി ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നത്. എനിക്ക് രേണുവിന് ക്യാൻസർ ആണ് എന്നുള്ളൊരു കാര്യം ചികിത്സിക്കാൻ വേണ്ടി പോയ ആശുപത്രിയിൽ നിന്നും കുറേയധികം വിവരങ്ങൾ പുറത്ത് വന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേ രേണു അത് സമ്മതിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രേണു തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ എനിക്ക് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ് എന്നുള്ളൊരു കാര്യം. ഇത് വെളിയിൽ പറയാൻ ആദ്യമേ ഞാൻ ചിന്തിച്ചതല്ല, പക്ഷേ ഞാൻ ആദ്യമേ ചികിത്സയ്ക്ക് പോയ ഹോസ്പിറ്റലിൽ നിന്നും ഇതിൻ്റെ കുറേയധികം രേഖകളൊക്കെ കുറേ യൂട്യൂബേഴ്സ് എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് ഇത് കണക്ക് അസുഖമാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം, പിന്നെ ഞാനുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ സമയത്ത് കുറേയധികം പേര് എനിക്ക് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു, എന്തിനാണ് ഇതുപോലെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരൊന്നും മനസ്സിലാവാത്ത, ഇപ്പോൾ എനിക്ക് ചികിത്സ നടക്കാൻ പോവുകയാണ്, അപ്പോൾ അതിന് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന മാർഗ്ഗമൊക്കെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, പിന്നെ ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നും അല്ലല്ലോ എന്നുള്ളൊരു കാര്യം കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഒരു രേണുവിന് ക്യാൻസറാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാവരും രേണുവിനെതിരെ സംസാരിച്ചവർ പോലും രേണുവിന് സപ്പോർട്ടായിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, കിച്ചു ഉറപ്പായിട്ടും പോയി രേണുവിനെ കാണണം എന്നുള്ളതാണ്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും പോയി കാണണം എന്ന് പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് വീഡിയോസിന് താഴെ കമൻ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ എല്ലാവരും പറഞ്ഞു കിച്ചു ഉറപ്പായിട്ടും പോയി കാണും, അതിൽ ഒരു സംശയമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും കിച്ചു ഈ ഒരു രേണുവിനെ പോയി കാണുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. രേണു ഉണ്ടെങ്കിൽ ഈ ഒരു രോഗത്തിന് ഇപ്പോൾ ചികിത്സയും കാര്യങ്ങളൊക്കെ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുറേയധികം പേര് വന്ന് കണ്ടു എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ മറ്റ് ചില നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും വന്ന് കണ്ടിട്ടില്ല, അതിലൊരു വിഷമവും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ
ആദ്യമേ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കിച്ചുവിനെ തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കിച്ചു നീ പോയി കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെതിരെ കുറച്ചും കൂടെ ചിലവരൊക്കെ ദേഷ്യത്തിലൊക്കെ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പോയി കണ്ടേ പറ്റൂ, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ടും ഇതേ കണക്ക് കിച്ചു പോയി കാണുകയൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. കിച്ചു ആ സമയത്തും യൂട്യൂബിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ചലഞ്ചും വീഡിയോസൊക്കെ. അതിന് താഴേക്ക് വന്നിട്ട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, കിച്ചു എന്തുകൊണ്ട് പോയി കാണുന്നില്ല, പോയി കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും കിച്ചു പോയി കാണുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് ആൾക്കാർ കാണാൻ വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 11 വയസ്സ് തൊട്ട് നോക്കിയിട്ടുള്ള ഒരു മോൻ എന്നെ കാണാൻ വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിലൂടെ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ പറഞ്ഞതിന് ശേഷം രേണുവിന് ഓൾറെഡി ഒരു സിമ്പതി പോലും ഉണ്ട്. അപ്പോഴത്തേന് എല്ലാവരും കൂടി കിച്ചുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളും ഇടാൻ തുടങ്ങി. ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്തെന്ന് പറഞ്ഞാൽ നിന്നെ ചെറുപ്പം തൊട്ട് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരാൾ ഇപ്പോൾ അസുഖമായിട്ടിരിക്കുന്ന സമയത്തൊന്ന് പോയി കാണാൻ പോലും ഉള്ള ഒരു മാന്യത ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചുവിനെതിരെ നെഗറ്റീവായിട്ട് എല്ലാവരും കമൻസൊക്കെ ഇടാൻ തുടങ്ങി. ഇനി പോയി കാണണം എന്നൊക്കെ പറഞ്ഞാൽ കുറേയധികം പേര് ദേഷ്യപ്പെട്ട് സംസാരിക്കാനും തുടങ്ങി. പക്ഷേ ആ സമയത്ത് ഈ കിച്ചു ഉണ്ടെങ്കിൽ ഒന്നും മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം കിച്ചു ഉണ്ടെങ്കിൽ ഒരു വീഡിയോ, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടക്കുന്ന സംഭവമാണ്. എന്തെന്ന് പറഞ്ഞാൽ കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, കുറേയധികം പേരുണ്ടെങ്കിൽ പോയി കാണണം എന്ന് പറയുന്നുണ്ട്, ഞാൻ പോയി കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു ചെറിയൊരു ക്ലിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് ഇട്ടതിന് ശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് നിൻ്റെ അമ്മയെ പോയി കാണണമെങ്കിൽ പോയി കണ്ടാൽ പോരെ, അതിന് പകരം ഇതുപോലെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര എന്താണ് ഞാൻ പോയി കാണാൻ പോവാണ്, നാട്ടുകാരൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ട കാര്യമില്ല. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ല നീ പോയി കാണേണ്ടത്. നിനക്ക് തോന്നുന്നത്, നിനക്ക് പോയി കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണുക. കാരണം നിന്നെ ആ ഒരു വയസ്സ് തൊട്ട് എന്തെന്നൊക്കെ പറഞ്ഞാൽ നോക്കിയത് അവർ തന്നെയല്ലേ. എന്നിട്ട് അവരെ പോയി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോക്കെതിരെ നെഗറ്റീവായിട്ട് കുറേയധികം പേര് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ രേണു ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കിച്ചു പറയുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഞാൻ പോയി രേണുവിനെ കാണുന്നില്ല, അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ഇത് കണക്ക് സബ്സ്ക്രിപ്ഷൻ രേണു തുടങ്ങിയതിന് ശേഷം കുറേയധികം പോസ്റ്റൊക്കെ അവർ സബ്സ്ക്രിപ്ഷൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അത് കുറേയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു, ചില ഫോട്ടോസും ചില വീഡിയോസും ഒക്കെ. ആ സമയത്ത് ഞാൻ രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് ഇതൊന്നും ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പനെ ഓർത്തെങ്കിൽ ഇതൊന്നും ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രേണു തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിന് ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് മാന്യമായിട്ട് എന്നാണ് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞു, തൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതും, അതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ രേണുവിനെ പോയി കാണാഞ്ഞത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉറപ്പായിട്ടും ഇനി പോയി കാണും എന്നുള്ളത് കൂടി കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു കിച്ചുവിനെ തന്നെ സപ്പോർട്ടായിട്ട് ഓക്കെ, ഇതുകൊണ്ടാണല്ലേ ഈ ഒരു കിച്ചു പറഞ്ഞത് കറക്റ്റാണ്, ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഇതേ കണക്ക് രേണു ചെയ്യുന്ന സമയത്തെ പറയാറുണ്ട്, ഇതേ കണക്ക് ചെയ്യരുത്, കുട്ടികൾക്ക് അത് ഇഷ്ടമാവില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇപ്പോൾ കിച്ചു തന്നെ അത് തുറന്ന് പറഞ്ഞേക്കുവാണ്, കിച്ചുവിനൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ ദേഷ്യം വരുന്നതോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു കിച്ചുവിന് സപ്പോർട്ടായിട്ട് കുറേയധികം പേര് വന്നിട്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതോടെ തന്നെ ഇപ്പം ക്യാൻസറായിട്ടിരിക്കുന്ന രേണുവിന് ഈ സമയത്ത് പോലും കുറേയധികം പേര് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പോയിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് നീ ഇതേ കണക്ക് ചെയ്തുകൊണ്ടല്ലേ അവൻ നിന്നെ ഇപ്പം കാണാൻ വരാത്തത്, അതിനെന്തിനാണ് ഇതുപോലത്തെ ഉള്ള വീഡിയോയിൽ വന്നിട്ട് അവൻ വന്ന് കണ്ടില്ല എന്നൊക്കെ പറയുന്നത്. അവൻ വരാതിരിക്കുന്നതിന് കാരണമുണ്ട്, വരണമെന്നുണ്ടെങ്കിൽ നീ അതുപോലെ അവരുടെ അടുത്ത് പെരുമാറണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേയധികം പേര് പോയി രേണുവിന് കമൻസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത് അധികമായ സമയത്ത് ഈ ഒരു രേണുവിന് തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രേണു ഇതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു കിച്ചു ഇട്ട വീഡിയോ കണ്ടിട്ടാണ് ഇതേ കണക്ക് പ്രതികരിക്കുന്നത്, ഞാനുണ്ടെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കിച്ചുവിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാതിരിക്കുന്നതെന്ന്. പക്ഷേ ഇതേ കിച്ചു തന്നെയാണ് ഞാൻ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് എനിക്ക് തുടങ്ങി 500 പേരൊക്കെ ആയി,
ഇത്രയും രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവൻ എനിക്ക് മെസ്സേജ് ആയിട്ട് ഓക്കെ ഗുഡ് എന്നിട്ട് ഇത്രയും രൂപയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താ എന്നുള്ള രീതിയിലൊക്കെ അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് രേണു സുധി ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ഇതേ കണക്കാണ് അവൻ എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഇതേ കണക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ട് അവൻ ഇതേ കണക്കുള്ള ഒരു വീഡിയോ ചെയ്തു? ഈ ഒരു സമയത്ത് ഞാൻ എന്തുമാത്രം ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോലും എന്നെ വെറുതെ വിടാതെ എനിക്കെതിരെ ഓരോന്ന് പറയുക, അത് കേട്ടിട്ട് കുറേയധികം പേര് എനിക്കെതിരെ നെഗറ്റീവായിട്ട് പറയുക. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് എന്നെ ദ്രോഹിക്കാൻ വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി രേണു പറയുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചുവിനെതിരെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നീ എന്നെ ഒന്ന് അമ്മയെന്നൊന്നും കാര്യമൊന്നും വിളിക്കേണ്ട, എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ എന്നെ അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ ഋതപ്പനുണ്ട്. നീ ഇനി എന്നെ അമ്മയെന്നോ ഒന്നും വിളിക്കേണ്ട, ഇനി എന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് രേണു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഋതപ്പനേക്കാൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ. പക്ഷെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ എനിക്ക് അത്രമാത്രം വിഷമമുണ്ട്. നിൻ്റെ അനുവാദം ചോദിച്ചിട്ടല്ലേ ഞാൻ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് നീ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ രേണു ഇട്ടതിന് ശേഷം രേണുവിന് കുറേയധികം പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചു ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കിച്ചുവിന് ആ സമയത്തും കുറേയധികം പേര് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീട്ട പോസ്റ്റും കാര്യങ്ങളും ഒക്കെ അതൊന്നും കിച്ചു സപ്പോർട്ട് ചെയ്യണം എന്നില്ലല്ലോ. അത് തോന്നിയാൽ തെറ്റെന്ന് തന്നെ അവൻ പറയും. അതിലെന്താണ് ഇത്ര കാര്യം എന്നുള്ള രീതിയിലൊക്കെയാണ് രേണുവിനെതിരെ നെഗറ്റീവായിട്ട് ആൾക്കാർ എപ്പോഴും പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണുവിൻ്റെ കൂടെ ആൽബത്തിലൊക്കെ അഭിനയിച്ചൊരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, രേണു ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് കണക്ക് രാവിലെ തൻ്റെ വീട്ടിൽ വെച്ച് തൂങ്ങാൻ ശ്രമിച്ചു. ഈ ഒരു സഹോദരിയുടെ ഭർത്താവ് കണ്ടുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി അൻഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന് കാരണം ആയിട്ട് ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞത് ഈ ഒരു കിച്ചു ഇട്ട വീഡിയോ ആണ്, അതുകൊണ്ടാണ് താൻ ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ പോയത്, ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അൻഷാദ് ഈ ഒരു കിച്ചുവിനെതിരെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിന്നെ എന്തായാലും ഇത്രയും നാൾ അമ്മയെപ്പോലെ നോക്കിയ ഒരു സ്ത്രീയാണ്, അവരുടെ ഈ ഒരു അവസ്ഥയിൽ പോലും നീ ഇതുപോലെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു മനസാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവരിത്രയും ബുദ്ധിമുട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നിരുന്ന സമയത്ത് നീ ഇങ്ങനെ വന്ന് പറയുമ്പോഴാണ് അവരിതേ കണക്കൊരു കടും കൈക്ക് ശ്രമിച്ചത്. ഇപ്പം ആരാണ് അവരെ കൂടെ ഉള്ളത്? അവരെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവൊക്കെ ഇവരൊക്കെ ചേർന്നാണ് അവരെ നോക്കുന്നത്. നിനക്ക് അവരെ നോക്കാൻ വയ്യെങ്കിൽ പോലും അവരെ ദ്രോഹിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അൻഷാദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെയാണ് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം പേര് ഇത് സത്യമാണോ എന്നറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് സത്യമാണോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ ഇത് നാടകമാണ്, എല്ലാവരും സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണെന്നൊക്കെ രീതിയിൽ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ രേണു ആ സമയത്തൊന്നും ഇതിനെതിരെ പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന് പ്രതികരിച്ച് രേണു ഉണ്ടെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടേക്കുവാണ്. ഞാനുണ്ടെങ്കിൽ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നെ പണ്ടേ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എനിക്കിതൊന്നും ഒരു പ്രശ്നവുമില്ല, ആർക്കെന്ത് വേണമെങ്കിലും പറയാം, ഞാൻ കരുത്തോടെ തന്നെ നിൽക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു രേണുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞത് സത്യമല്ല എന്നുള്ള രീതിയിലാണ് രേണു പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു രേണുവിൻ്റെ ഫ്രണ്ട് അതേ കണക്കൊരു വീഡിയോ ഇട്ടു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഇനി ഒരു പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ്, നിങ്ങളും ഇതേ കണക്ക് അവരെ ഒരു വയ്യാത്ത സമയത്തുണ്ടെങ്കിൽ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കിച്ചുവിൻ്റെ ഭാഗത്താണോ ശരി? കിച്ചു പോയി രേണുവിനെ കാണാത്തത് പറഞ്ഞ ഒരു റീസൺ നിങ്ങൾക്കത് വാലിഡായിട്ട് തോന്നിയോ? അതുപോലെ തന്നെ ഈ ഒരു രേണുവിൻ്റെ കാര്യം, രേണു ഇതിനെതിരെ പ്രതികരിച്ചതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.